വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ ബ്രേക്ക് ചെയ്യുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തനത് ഫണ്ടിൽ നിന്ന് 200 കോടി രൂപ തിരിച്ചടയ്ക്കാൻ വേണ്ടി ട്രഷറിയിലേക്ക് അടയ്ക്കാൻ ഗവൺമെന്റ് ധനകാര്യ വകുപ്പ് ഉത്തരവ് കൊടുത്തിരിക്കുകയാണ്. ഈ ധനകാര്യ വകുപ്പിന്റെ ഉത്തരവ് അനുസരിച്ച് പാലിക്കാതിരിക്കാൻ കഴിയത്തില്ല. കാരണം ഗവൺമെന്റിന്റെ ഏത് ഫണ്ടും ഗവൺമെന്റിന് എന്ത് അവകാശമുണ്ടെന്ന് പറഞ്ഞാലും ഗവൺമെന്റിന് ഏത് ഫണ്ടും പിൻവലിക്കാനും ഒക്കെ ഉള്ള ഒരു അധികാരം കിടപ്പുണ്ട്. ഗവൺമെന്റ് ആണല്ലോ ക്യാബിനറ്റ് ഈസ് ദ ഫസ്റ്റ്, അതുപോലെ ഗവൺമെന്റ്, അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ ഡിപ്പാർട്ട്മെന്റുകളും സംവിധാനങ്ങളും ഒക്കെ. അപ്പോൾ ഗവൺമെന്റിൽ നിന്ന് പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പിൽ നിന്നൊക്കെ ഉത്തരവ് വന്നാൽ അത് പാലിക്കാതിരിക്കാൻ കഴിയില്ല. 200 കോടി രൂപയാണ് അങ്ങോട്ട് ട്രഷറിലേക്ക് മാറ്റാൻ പറഞ്ഞിരിക്കുന്നത്. തനത് ഫണ്ടാണ് മാറ്റാൻ പറയുന്നത്, ഒരു സ്കീമിന്റെ ഫണ്ടല്ല. സ്കീമിന്റെ ഫണ്ടാണെങ്കിൽ പിന്നെ സ്കീം നഷ്ടപ്പെടുമെന്ന് പറയാം. തനത് ഫണ്ട് എന്ന് പറഞ്ഞാൽ കോർപ്പറേഷനുകളിൽ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ 2-3 ടൈപ്പിലുള്ള ഫണ്ട് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് തനത് ഫണ്ട്, സ്വന്തമായി അവർ ഉണ്ടാക്കുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ ടാക്സ്, അതുപോലെ തന്നെ പിന്നെ തിരുവനന്തപുരത്താണെങ്കിൽ തിയേറ്ററുകളിൽ നിന്ന് കിട്ടുന്ന എന്റർടൈൻമെന്റ് ടാക്സുകളുണ്ട്, അതുപോലെ തന്നെ മറ്റ് കടകളിൽ നിന്ന് ടാക്സുകളുണ്ട്, കെട്ടിടങ്ങൾ കിട്ടുന്ന ടാക്സുകളുണ്ട്. അങ്ങനെ സ്വന്തമായി കിട്ടുന്ന വരുമാനത്തെയാണ് തനത് വരുമാനം എന്ന് പറയുന്നത്. ഈ തനത് വരുമാനം എന്ന് പറയുന്നത് തനത് ഫണ്ട് അതെന്ത് ഫണ്ടെന്ന് പലരും നമ്മളോട് വിളിച്ചു ചോദിക്കുന്നത്. സ്വന്തമായി അവർക്ക് കിട്ടുന്ന, മറ്റൊരു സ്ഥലത്തു നിന്ന് കിട്ടുന്ന ധനസഹായമായി കിട്ടാത്ത ഫണ്ടാണ് തനത് ഫണ്ട്. പിന്നെ അവർക്കുള്ളത് ഗ്രാന്റ് ഇൻ എയ്ഡ് ആണ്. ഗവൺമെന്റുകൾ കൊടുക്കുന്ന ഗ്രാന്റ് ഇൻ എയ്ഡ് ഉണ്ട്. ഗ്രാന്റ് ഇൻ എയ്ഡ് എന്ന് പറയുന്നത് പദ്ധതികളല്ല, അവർക്ക് കൊടുക്കുന്ന ഓൺ ടൈം സഹായമായിരിക്കും. ചിലപ്പോൾ എല്ലാ വർഷവും കൊടുക്കും, ഏതെങ്കിലും കാര്യത്തിൽ ഗ്രാന്റ് കൊടുക്കും. ഗ്രാന്റ് ഇൻ എയ്ഡ് എന്നാണ്, അതായത് ധനസഹായമായി കൊടുക്കുന്ന ഗ്രാന്റുകളുണ്ട്. ഇപ്പൊ ധനകാര്യ കമ്മീഷനൊക്കെ സംസ്ഥാനങ്ങൾക്ക് ഗ്രാന്റ് ഇൻ എയ്ഡ് ഒക്കെ കൊടുക്കും. അത് കഴിഞ്ഞാണ് സ്കീമുകൾ ഉള്ളത്. സ്കീമുകൾ എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ സ്കീമുകൾ തയ്യാറാക്കും. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ അമൃത ഒരു സ്കീമാണ്, സ്മാർട്ട് സിറ്റി ഒരു സ്കീമാണ്, തൊഴിലുറപ്പ് ഒരു സ്കീമാണ്, NRHM അതായത് ആശാ വർക്കേഴ്സ് ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു സ്കീമിലാണ്. അതൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ. അംഗനവാടി ഒരു സ്കീമാണ്. അപ്പൊ ആ സ്കീമിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് പൈസ കൊടുക്കുന്ന കാണും, സംസ്ഥാന ഗവൺമെന്റ് പൈസ, ഇത് കോർപ്പറേഷന് കിട്ടും. ഈ 3 തരത്തിലുള്ള ഫണ്ടാണുള്ളത്. സ്കീമിന്റെ പൈസ അങ്ങനെ വകമാറ്റാൻ കഴിയത്തില്ല, അത് വലിയ പ്രശ്നമാണ്. അങ്ങനെ വകമാറ്റിയാൽ അതിന് EIG ഓഡിറ്റ് വരും, CAG വന്നിട്ട് ബഹളം ഉണ്ടാക്കും, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ആ പൈസ അങ്ങനെ മാറ്റാൻ പറ്റത്തില്ല. പിന്നെ കേന്ദ്ര ഗവൺമെന്റ് ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വകമാറ്റുന്നതിന് പകരമായിട്ട് മറ്റു ചില പരിപാടികൾ കാണിക്കും. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചില കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഫ്രീസ് ചെയ്തതായിട്ട് ഒരു വാർത്തയുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇലക്ഷനോട് അടുക്കുമ്പോൾ ഈ ചില ആളുകൾക്ക് ആനുകൂല്യം കൊടുക്കാനുള്ളത്, വ്യക്തിഗത ആനുകൂല്യങ്ങളൊക്കെ മാറ്റിവെക്കും. ഇപ്പൊ കൊടുക്കണ്ട, തെരഞ്ഞെടുപ്പിന്റെ അടുപ്പിച്ച് കൊടുക്കാം. കാരണം പെൻഷൻ അങ്ങനെയാണല്ലോ കൊടുത്തത്. കഴിഞ്ഞ വർഷം കൊടുക്കേണ്ട പെൻഷൻ, കഴിഞ്ഞ മാസങ്ങളിൽ കൊടുക്കേണ്ട പെൻഷൻ 1600 രൂപ കൊടുക്കാതെ ആ പൈസ പെൻഡിങ് ആക്കി വെച്ച് ആ പൈസയും പിന്നെ കൂട്ടിയ 2000 കൂടെ ചേർത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം തലയ്ക്കുള്ള ആഴ്ചയിൽ കൊണ്ട് 3600 രൂപ പെൻഷൻകാർക്ക് കൊടുത്തു, സാമൂഹ്യ പെൻഷൻകാർ. പക്ഷെ അത് ഗുണം ചെയ്തില്ല. അവർ വാങ്ങിച്ചു, നക്കി, എന്റെ ഭാഷയല്ല എം എം മണിയുടെ ഭാഷയാണ്, നക്കി അവർ പിന്നെ ഇലയും കൊണ്ട് കളഞ്ഞിട്ട് അവർ പോയി 5 പൈസ അവർ ഒരു വോട്ടും കൊടുത്തില്ല. എം എം മണിയുടെ ഭാഷയാണ്, എന്റെ വാദമല്ല. അപ്പൊ അതെന്തായാലും നടന്നില്ല കേരളത്തിൽ. പക്ഷെ അങ്ങനെ ഈ പറയുന്ന ഇലക്ഷനോട് അടുക്കുമ്പോൾ കൊടുക്കാമെന്ന് പറയുന്ന ഒരു ഫണ്ടുണ്ട്, അങ്ങനെ മാറ്റിവെക്കും. ഇതുമായി ബന്ധപ്പെടുത്തി കേന്ദ്ര ഗവൺമെന്റ് പല ഫണ്ടുകളും ഈ സമയത്ത് ഇവർ പ്രോജക്ട് നടപ്പിലാക്കിയിരുന്നാൽ തടസ്സപ്പെടുത്തുന്ന രീതിയുണ്ട്. അങ്ങനെയും ചില വിഷയങ്ങൾ തിരുവനന്തപുരത്ത് കേൾക്കുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് CPM ഒരുപാട് അബദ്ധങ്ങളിലേക്കാണ് ചെന്ന് ചാടുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ വന്നു, BJPക്ക് വോട്ട് കിട്ടി, വോട്ട് കിട്ടുന്ന BJP അധികാരത്തിലേക്ക് വരുമെന്നുള്ളൊരു ഗതിയിൽ നിൽക്കുന്ന സമയത്താണ് ഈ 200 കോടി രൂപ അങ്ങോട്ട് മാറുന്ന ഒരു വാർത്ത പുറത്തു വരുന്നത്. അങ്ങനെ 200 കോടി രൂപ ട്രഷറിയിലേക്ക് മാറ്റിയാൽ സ്വാഭാവികമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് വിചാരിച്ചാൽ സംസ്ഥാന ഗവൺമെന്റിനുള്ള പല ഫണ്ടുകളും തടസ്സപ്പെടുത്താൻ കഴിയില്ലേ? സംസ്ഥാന ഗവൺമെന്റിനെ മെരുക്കാൻ കഴിയില്ലേ? ഇതെല്ലാവരും കൂടി രാഷ്ട്രീയം കളിച്ച് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും വികസനം വരികയാണെങ്കിൽ അതിനെയല്ലേ തടസ്സപ്പെടുത്തുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ട് ഇനിയും വരാൻ പോണ തടസ്സം, ഇനി BJP കാണേണ്ട വലിയ വേറെ തടസ്സം നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഞാനൊരു കുഞ്ഞു ഉദാഹരണം വെച്ച് നിങ്ങൾക്ക് പറയാം. ആമയഴിഞ്ഞാൻ തോട്, തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലുള്ള ഒരാൾ വീണ് മരിച്ചുപോയ ആമയഴിഞ്ഞാൻ തോടുണ്ട്. അവിടെ മാലിന്യം മാറ്റിയില്ല എന്നുള്ളതാണ്. ഇന്ത്യൻ റെയിൽവേക്ക് അധികാരമുണ്ട്, കേരളത്തിലെ കോർപ്പറേഷന് അധികാരമുണ്ട്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനും അധികാരമുണ്ട്. ഇന്ത്യൻ റെയിൽവേയെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റും. അത് ചെയ്തു കഴിഞ്ഞാൽ ആമയഴിഞ്ഞാന്റെ പകുതി പ്രശ്നം പരിഹരിക്കും. പക്ഷെ അപ്പോഴും തോടിരിക്കുന്നത് ഇറിഗേഷൻ കാര്യത്തിലാണ്. ഇറിഗേഷൻ വകുപ്പ് ഇരിക്കുന്ന ആരുടെ കയ്യിലാണ്? ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് ഇപ്പോ. അപ്പോൾ ആമയഴിഞ്ഞാൻ തോടിലേക്ക് ഒരു പദ്ധതി എടുക്കണമെങ്കിൽ ഇറിഗേഷൻ വകുപ്പിന്റെ ശക്തമായ പിന്തുണ ഇല്ലാതെ അത് എടുക്കാൻ പറ്റുമോ? PWDയുടെ ശക്തമായ പിന്തുണ ഇല്ലാതെ റോഡിന്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റുമോ? അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇത് BJP ആകുമ്പോൾ BJPയെ സമ്മർദ്ദപ്പെടുത്തുക എന്നുള്ളൊരു സമ്മർദ്ദ തന്ത്രം കൂടെ ഉണ്ട്. പക്ഷെ BJPക്ക് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, അവർ തലതൊട്ടപ്പന്മാർ അവരാണ്, കേന്ദ്രത്തിൽ അവരാണ് ഉള്ളതെന്നുകൊണ്ടും സ്വാഭാവികമായിട്ട് ഇവിടെ പഞ്ചായത്തിനെ, കോർപ്പറേഷനെ, തിരുവനന്തപുരം കോർപ്പറേഷനെ
സ്റ്റേറ്റ് ഗവൺമെന്റ് പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിനെ സെൻട്രൽ ഗവൺമെന്റിന് പിടിക്കാൻ പറ്റും. ആ ഒരു പിടി അവിടെ കിടക്കുന്നത് കൊണ്ട് വലിയ ബഹളം ഉണ്ടാക്കില്ലായിരിക്കാം. എന്നാലും ഈ പറയുന്ന പോലെ കഴിയുന്നത്ര ഉപദ്രവം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ വലിയൊരു പ്രശ്നമാണ്. അതുപോലെ ഇനി അടുത്ത കോർപ്പറേഷനിൽ വരാൻ പോണ മറ്റൊരു വിഷയം ഹരിത കർമ്മസേന, അതുപോലെ ആശാ വർക്കേഴ്സ്, അതുപോലെ അംഗനവാടിയെ പെട്ടെന്ന് അങ്ങനെ പറ്റത്തില്ല. അതേസമയം ആശാ വർക്കേഴ്സ് തുടങ്ങിയിട്ട് ഉള്ള പിന്നെ അക്ഷയ സെന്ററുകൾ തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങളിൽ ടെമ്പററി പോസ്റ്റുകളുണ്ട്. ഡെയിലി വേജസിനും ടെമ്പററിയുമായിട്ടിരിക്കുന്ന കരാർ ഉദ്യോഗസ്ഥർ ഒരുപാട് പേരുണ്ട്. പിന്നെ ആ കരാർ ഉദ്യോഗസ്ഥരിൽ നല്ലൊരു ഭാഗവും വർഷങ്ങളായി ഇരിക്കുന്നവരും എല്ലാം കമ്മ്യൂണിസ്റ്റുകാരോ CPM-കാരോ ആണ് കൂടുതലും. അവരെയൊക്കെ അവരുടെ ജോലിക്ക് ഒരു ഭീഷണി വരാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ട് BJP വരുമ്പോൾ BJP-യുടെ ആളുകൾക്ക് ജോലി കൊടുക്കാൻ അവർ ശ്രമിക്കും. അങ്ങനെയും കുറെ പ്രതിസന്ധികൾ വരാൻ സാധിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് മാറ്റവരുടെ സമരം വരും. ഇങ്ങനെ ഭരണപ്രതിസന്ധികൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു അജണ്ട കൂടി കേരളത്തിൽ കിടന്ന് കറങ്ങുന്നുണ്ട്, തിരുവനന്തപുരത്ത് കറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ശ്രീലേഖ IPS വന്നാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മേയർ വന്നാലും അത്ര സുഖമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിന്റെ ആദ്യ സൂചനയാണ് 200 കോടി അങ്ങോട്ട് പിടിക്കാനുള്ള ഒരു പരിപാടി. ഇത് നേരത്തെയാണ് ഇതിന്റെ കത്ത് കൊടുത്തതെന്നൊക്കെ പറയുന്നു. നേരത്തെ ആയാലും ഈ കത്ത് കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് തനത് ഫണ്ട്, അവർക്ക് സ്വന്തമായിട്ടുള്ള ഫണ്ടാണ്, അവർക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഫണ്ടാണ്, പറ്റുന്ന ഫണ്ടാണ്. ആ ഫണ്ടിനെ പിടിച്ചെടുത്തുകൊണ്ട് എന്താണ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനെ ഞെരുക്കുവാനുള്ള ഒരു വലിയ പരിപാടി ഇനി വരും. ഇനി ഓഡിറ്റുകാരുടെ പരിപാടികൾ വരും. പിന്നെ ലോക്കൽ ഫണ്ട് ഓഡിറ്റുകാരുണ്ട്, വിജിലൻസിന്റെ ഓഡിറ്റ് ഉണ്ട്, വിജിലൻസ് മീൻസ് ഫിനാൻസിന്റെ വിജിലൻസ് ഉണ്ട്, ഫിനാൻസിന്റെ ഓഡിറ്റ് വിഭാഗമുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇവിടെ. അപ്പൊ ഈ സംവിധാനങ്ങളെയൊക്കെ ഓവർടേക്ക് ചെയ്ത് കൊണ്ട് വേണം BJP അധികാരത്തിൽ വന്നാൽ അവർക്ക് ഇത് കൊണ്ടുപോകാൻ. അപ്പൊ അതൊരു പ്രശ്നമുണ്ട്. പക്ഷെ എന്നായാലും അതിന്റെ ആദ്യ സൂചന ഒരു ദുസൂചനയാണ് കേരള സർക്കാർ കാണിച്ചത്. അത് അത്രയും വേണ്ടിയിരുന്നില്ല. അത് അവർ പറയാൻ പോകുന്ന ന്യായം ഞങ്ങൾ മുമ്പേ കത്ത് കൊടുത്തു, മുമ്പേ കൊടുത്തെന്നോ അല്ലെ കൊടുത്തില്ലെന്നോ, നേരത്തെ കൊടുത്ത കത്താന്നൊക്കെ പറയും. പക്ഷെ എന്തായിരുന്നാലും അത് ശരിയായില്ല. നേരത്തെ കൊടുത്ത കത്തായിരുന്നെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വീണ്ടും വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് തിരിച്ചു കൊടുക്കുന്നതിൽ ഒരു ബാർഗൈനിങ് നടന്നേനെ. അപ്പൊ ഇത് നേരത്തെ കൊടുത്തതാണോ മുമ്പേ കൊടുത്തതാണോ എന്നുള്ളതല്ല. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ 200 കോടി, ചെറിയ പൈസയല്ല, 200 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ ട്രഷറിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ 200 കോടിയുടെ വികസനം നടത്താൻ ആർക്ക് കഴിയില്ല? കോർപ്പറേഷന് കഴിയില്ല. അതൊരു വലിയ ചെക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ചെക്കുകളും തടയണകളും ഒക്കെ ധാരാളമായി ഈ ഫ്ലോയെ, അതായത് പ്രത്യേകിച്ച് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കൂടെ വരുന്നത് കൊണ്ട് തിരുവനന്തപുരത്തെ 4-5 മണ്ഡലങ്ങളിൽ BJPക്ക് ഒരുപാട് അപ്പർ ഹാൻഡ് ഉള്ളത് കൊണ്ട് അതിനെ തടസ്സപ്പെടുത്താനായി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ള ഫീൽ ജനങ്ങൾക്ക് കൊടുക്കാനായിട്ടുള്ള വലിയൊരു ബോധപൂർവമായ പൊളിറ്റിക്കൽ ഡിസിഷൻ AKG സെന്ററിൽ ഉണ്ടോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന കൗതുകം.